നമസ്കാരം. ശ്രീരാമജയം. അധർമ്മികളോട് ധർമ്മം ചെവിയിൽ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദം ഓതുന്ന പോലെയാകുമത്. അപ്പോൾ അധർമ്മത്തിനെതിരായിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ആയുധമെടുത്താണെങ്കിൽ ആയുധമെടുത്ത്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നിയമരീതിയിൽ നമ്മൾ പോരാടിയേ പറ്റുകയുള്ളൂ. അധർമ്മത്തിനെതിരായി പോരാടുക. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഒരു അടിക്കുന്നവന് മറു ചെകിട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ആരാധനാലയത്തിന് മുൻപിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ, അതുപോലെ പലിശക്കാരെ അദ്ദേഹം വടിയെടുത്ത് ഓടിക്കുകയായിരുന്നു. അതും ഒരു സന്ദർഭത്തിൽ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഈ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി ധർമ്മം കയ്യിലെടുക്കുക. ധർമ്മം കയ്യിലെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി എല്ലാം പോസിറ്റീവ് അഫർമേഷൻ, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് വരുന്ന നെഗറ്റീവായിട്ടുള്ള, മനസ്സിനകത്ത് കുമിഞ്ഞുകൂടുന്ന അധർമ്മത്തിനെതിരായിട്ടുള്ള കോപം, സങ്കടം, ഇതൊക്കെ നമ്മൾ മനസ്സിലടക്കിക്കൊണ്ട് പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരുമായിരിക്കും. നിങ്ങൾ ഒരാളിനോട്, ഒരു ഗുണ്ടയോട് നിങ്ങൾ നേരിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നിയമപരമായി നേരിടുക. അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ കരഞ്ഞു തീർക്കുക. എപ്പോഴും പോസിറ്റീവ്, യെസ് യെസ് യെസ്. ഞാനും പറഞ്ഞിട്ടുണ്ട് യെസ് 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 എന്ന് പറയുക. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളുമുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. പല ആൾക്കാരും പല മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ ഭയങ്കരമാണല്ലോ. യൂട്യൂബിനകത്ത് എടുത്ത് നോക്കിയാൽ എങ്ങനെ നോക്കിയാലും പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസാണ്. ഇങ്ങനെ പണം ഒഴുകി വരുന്നു, കോടികൾ ഒഴുകി വരുന്നു, ലോട്ടറി അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ BMW കാർ വരുന്നു, ബെൻസ് വരുന്നു. ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം. അടുത്ത ദിവസം അവർക്ക് കിട്ടുകയാണത്. ഇതൊക്കെ വെറുതെ അടിച്ചു വിടുന്നതാണ്. വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി മാത്രം അടിച്ചു വിടുന്നതാണ്. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ എപ്പോഴും പണം വരിക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പണത്തിന് വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ 5 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ 5 രൂപയെ 10 രൂപയാക്കാൻ നോക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രവർത്തിക്കുക. വർക്ക് ചെയ്ത് മാത്രമേ നമുക്ക് പണമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അധർമ്മമായ രീതിയിൽ കൊള്ളക്കാരുടെ ഒപ്പവും അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പുകാരുടെ ഒപ്പവും നിന്ന് നമുക്ക് പണം സമ്പാദിക്കാം. അങ്ങനെയാണോ ഈ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് പറയുന്നവർ പറയുന്നത്? അങ്ങനെയല്ലാതെ ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ മുൻപിൽ BMW വന്ന് നിൽക്കുമോ? നമ്മൾ മില്ലിനെയറായിട്ട് മാറുമോ? അടുത്ത ബില്ലിനെയറായിട്ട് മാറുമോ? ഇതൊന്നുമില്ല. ഇവരെയൊക്കെ തുടച്ചു നീക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതേസമയം ഇങ്ങനെ പണമൊഴുകുന്നു എന്നും നമുക്ക് ഭയങ്കരമായിട്ടുള്ള കീർത്തി വരുന്നു എന്നും നമ്മൾ രാജാവാകുന്നു എന്നൊക്കെ പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പാവം മനുഷ്യരെ, നമ്മളിവരെ മാനിഫെസ്റ്റേഷനേ നടക്കുകയുള്ളൂ. നമ്മളെന്നും ഈ താഴ്ന്ന നിലയിൽ തന്നെയായിരിക്കും. അപ്പോൾ മനസ്സിനകത്ത് ഒരു ലക്ഷ്യം വയ്ക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇല്ലാതെ മനസ്സിനകത്ത് ആഗ്രഹിച്ച് ഇങ്ങനെ ഏഞ്ചൽ നമ്പറുകളും ഒക്കെ എഴുതി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ തുറച്ചു നിൽക്കുക. കള്ളം കണ്ടുപിടിച്ച് അവരെ മാറ്റുക. അത്തരം യൂട്യൂബുകളെ നിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെതിരെ നിയമ നടപടികൾ എടുക്കുക.